ഹലോ, നമുക്ക് കുറച്ച് കാരമൽ പോപ്കോൺ ഉണ്ടാക്കിയാലോ? മക്കാന വെച്ചിട്ട് എങ്ങനെയാണ് കാരമൽ പോപ്കോൺ എന്നാണോ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഹെൽത്തി വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ശർക്കരയാണ്. പിന്നെ ഈ മക്കാന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലോട്ടസ് സീഡ് കേട്ടോ. ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമേ. അപ്പം ആദ്യം തന്നെ നമുക്കൊരു പാനി ഉണ്ടാക്കാം, ശർക്കരയുടെ പാനി ഉണ്ടാക്കാം. അപ്പോൾ ശർക്കര ചിരകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുമ്പോഴേക്കും ഇങ്ങനെ പാനിയായിട്ട് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ, കല്ലോ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യിടാം. ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്ഷനിലാണ്, ഇല്ലാണ്ടും എടുക്കാം. ഈ മക്കാന ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് മക്കാനയ്ക്ക് ഇപ്പോൾ ഒരു ചൗന്നിരിക്കുന്ന ഒരു ടേസ്റ്റ് ടൈപ്പ് ഉണ്ടാവും. അപ്പം നമുക്ക് അതിന് മാറ്റിയിട്ട് ഒന്ന് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് വരണം, അതാണ് കൺസിസ്റ്റൻസി. അങ്ങനെ അത് ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച് അതേ പാനിലോട്ട് ഈ ശർക്കര പാനി ഉണ്ടാക്കിയതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോൾ ഒരു വെള്ളം പോലെ ഇരിക്കണം. ഇത് നമുക്കൊരു നൂൽ പരുവത്തിൽ വരണം, എങ്കിലേ നമ്മൾ മക്കാനയ്ക്ക് ഇടുമ്പോൾ അത് ഒന്ന് കോട്ടായിട്ട് വരത്തുള്ളൂ, എല്ലാത്തിലും കയറി പിടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മക്കാന റോസ്റ്റ് ചെയ്ത് വെച്ച മക്കാന ഇടുക, നല്ലപോലെ ഇളക്കി എല്ലായിടത്തേക്കും ആക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ അത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ സംഭവം സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലേക്ക് മാറ്റി വയ്ക്കുക. നമുക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഇടയ്ക്ക് കഴിക്കാം. ഒരു ഹെൽത്തി സ്നാക്ക് ഓപ്ഷനാണ് ഈ ശരിക്കും പോപ്കോണൊക്കെ, കാരമൽ പോപ്കോണൊക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.